ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയോ. അപ്പോൾ ഒരു ദശകം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ ഭഗവാനെ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഒരു കൽപ്പവൃക്ഷമായിട്ടാണ് അവിടെ മേൽപ്പത്തൂര് നമുക്ക് കാട്ടി തന്നത്. എന്ത് തരുന്ന കൽപ്പവൃക്ഷമാണ്? എല്ലാ ആഗ്രഹങ്ങളും. കാരണം ഭഗവാന്റെ എന്താണ്? ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങളാണല്ലോ ഓരോ മനുഷ്യർക്കുള്ളൂ. ചിലർക്ക് ധർമ്മത്തിൻ്റെ ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ കാണും, ചിലർക്ക് അർത്ഥത്തിനെ ആഗ്രഹിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ കാണും. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ധനം, സമ്പത്ത്. പിന്നെ ചിലർക്ക് ആഗ്രഹങ്ങൾ, കാമനകൾ, പലതരത്തിലുള്ള കാമനകളുണ്ടാവും അതിൻ്റെ. പിന്നെ ചിലർക്ക് ഒന്നും വേണ്ട, എനിക്ക് മോക്ഷം കിട്ടണം, മോക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം ഈ 4 തരത്തിലുള്ള ആഗ്രഹങ്ങളെ പൂർത്തിയാക്കുന്നവനാണ് ഭഗവാൻ. ആ കൽപ്പവൃക്ഷമാണ് ഭഗവാൻ. ഇതിന് പുറത്തുനിന്ന് ഒരു ആഗ്രഹം കാണില്ല മനുഷ്യർക്ക്. ഈ 4 തരം ആഗ്രഹങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ ഓരോ ജീവാത്മാവിലും. അപ്പം ശുദ്ധ മനസ്സിനായിട്ട് ആ ഭഗവാനെ പോയിട്ട് അങ്ങോട്ട് നമസ്കരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഈ ആഗ്രഹങ്ങൾ ഭഗവാൻ പൂർത്തിയാക്കി തരും എന്നാണ് മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തന്നത്. കാരണം ഭഗവാന്റെ അംശമാണ് നമ്മൾ. ഓരോ ജീവാത്മാവും ഭഗവാന്റെ അംശമാണ്. അതിൽ പ്രത്യേകമായിട്ട് ആ മനുഷ്യ ജന്മം കിട്ടുന്നതിന് ഭഗവാന്റെ ഒരു അഹൈതുകി കൃപയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഒരു മൃഗങ്ങൾ ചെയ്യുന്നുണ്ടോ, പക്ഷികളോ വേറെ മനുഷ്യരല്ലാത്ത ഒരാളും ഒരു കർമ്മങ്ങൾ ചെയ്യണില്ല. അവരവരുടെ സഹജ സ്വഭാവത്തിൽ അവർക്ക് ജീവിതത്തിൽ 4 കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ലോ അല്ലേ. അവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, അവർക്ക് അവരുടെ വംശവൃദ്ധി നടത്തണം, പിന്നെ അവർക്ക് തൻ്റെ ശത്രുക്കളിൽ നിന്ന് ഒന്നും കൂടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തിയിട്ട് തൻ്റെ നിലനിൽപ്പ് നിർത്തുക. ഇത്രയേ ഉള്ളൂ അവർക്ക്. അല്ലാണ്ട് അവർക്ക് വേറെ ഒരു ആഗ്രഹം അവരുടെ ഇല്ല. അവർക്കൊരു ആവശ്യകതയില്ല, മോക്ഷത്തിന് അവർ പ്രയത്നിക്കാറില്ല. അങ്ങനെ എത്രയോ ജന്മങ്ങൾ ഒരു പക്ഷേ മനുഷ്യരും കഴിഞ്ഞിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ മൂന്നാനം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം ഒരു കാരണമില്ലാണ്ട് നമ്മൾക്ക് ഒരു അവസരം തന്നു, മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചോളി എന്നുള്ള മാതിരി ഈ മനുഷ്യജന്മം തന്നു. നമ്മളതിനെ വൃഥ പാഴാക്കുകയാണ് ഈ ഓരോരോ ആസക്തികളിൽ ഒരുങ്ങിയിട്ട്. അപ്പം ഈ ആസക്തികൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടായി അല്ലേ. എങ്ങനെയാണ് ഇതിൽ കുരുക്കത്തിൽപ്പെട്ട? കാരണം നാമരൂപങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ശരീരത്തിനുള്ളിൽ, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു രൂപത്തിൻ്റെ ഉള്ളിൽ അതിന് നാമം ഉണ്ടാവും അല്ലേ. മനുഷ്യൻ, മൃഗം, ഓരോ ഇൻഡിവിജ്വൽ പേരല്ല. ഓരോ പക്ഷിക്കൊരു പേരുണ്ട്. അപ്പോൾ പക്ഷി എന്നുള്ള വിഭാഗം, മരം എന്നുള്ള വിഭാഗം, അതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ സ്ഥിതി ഭാവത്തിൽ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു ശക്തി അല്ലേ. ആ ശരീരത്തിന് ആ നാമരൂപങ്ങളുള്ളപ്പോൾ ആ ശക്തി അതിൽ വസിക്കും. ആ ശക്തി അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാമം നഷ്ടപ്പെട്ടു, രൂപവും നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ജീവശക്തിക്ക്, അത് ഭഗവാന്റെ തന്നെ അംശമാണ്, അതിന് നമ്മൾ ജീവാത്മാവ് എന്ന് പറയുന്നു. ആ ജീവൻ അവിടുന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ശരീരം വിഘടിക്കണം, പഞ്ചഭൂതങ്ങൾ വേറെ വേറെയാണ്. പിന്നെയോ ഇതിനെ എവിടുന്ന് നമുക്ക് ഈ ജീവാത്മാവിനെ കിട്ടി? ഇതിന് ഈ പ്രപഞ്ചം മുഴുവനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കണ ആ പ്രപഞ്ചശക്തി, ഈ പ്രപഞ്ചത്തിനെ മുഴുവനെ പ്രവർത്തനശീലമാക്കണ ആ ശക്തിക്ക് പരമാത്മാവ് എന്നും പറയുന്നു. അപ്പം ഈ ഓരോ ജീവാത്മാവും ഒട്ടും വേറെ എന്നല്ല, പരമാത്മാവിൻ്റെ തന്നെ ഒരു അംശമാണ്. ആ പരമാത്മാവിന് 6 ഗുണങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കി അല്ലേ. അതിന് ഐശ്വര്യമുണ്ട്, വീര്യമുണ്ട്, ശ്രീയുണ്ട്, ജ്ഞാനം, വിജ്ഞാനം അഥവാ വൈരാഗ്യം, യശസ്, ഇതുണ്ട്. ഇതിൻ്റെ ഓരോ അംശങ്ങൾ ഒക്കെ എപ്രകാരമാണ് ഒരു പിതാവ് തൻ്റെ സമ്പത്തുനിന്ന്
ഒരു അംശം തൻ്റെ പുത്രന് ഒരു വ്യാപാരം തുടങ്ങാനോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ നൽകണു, പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അല്ലേ. അപ്പം അതേപോലെ ഈ ജീവാത്മാവും അവിടുന്ന് പോരുമ്പോൾ ആ ജീവാത്മാവിന് ഇതെല്ലാം കൊടുത്തതായിരുന്നു. പക്ഷെ ജീവാത്മാവ് ഇതെല്ലാം കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ വേണം പറയാൻ, നഷ്ടപ്പെടുത്തി. എങ്ങനെ? ഐശ്വര്യം ഈ മായയായിട്ടുള്ള സമ്പർക്കത്തിലാവുമ്പോഴാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത് നമുക്ക്. അപ്പം ഐശ്വര്യം നഷ്ടപ്പെട്ടതോടുകൂടെ ആ ഐശ്വര്യം എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? ആത്മചിന്തനം. ഞാൻ ആരാണ്? ആത്മാവിനെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണല്ലോ ഈ ആധ്യാത്മിക കാര്യങ്ങളെല്ലാതും. അപ്പം ആ ഐശ്വര്യം ഇവിടെ പറയുന്നത് എന്താണ്? ആത്മചിന്തനം. കോഹം, ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു എന്നുള്ള ആ ചിന്തനം നഷ്ടമായതോടുകൂടെ ദീനത വന്നു. ഓ, എന്നെ ഒന്നിനും പറ്റില്ല, ഞാൻ ദീനനാണ്, പരമാത്മാവേ എന്ന് പറഞ്ഞിട്ട് എപ്പം നോക്കിയാലും മേപ്പെട്ട് അല്ലേ, മേപ്പെട്ട് നോക്കുന്നു. ആ ശക്തി തന്നെയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ബോധം നഷ്ടപ്പെടുത്തി. അത് കാരണം ദീനത വന്നു. ഞാൻ ദീനനാണ്, ദീനദയാലോ എന്നെ രക്ഷിക്ക് എന്ന് പറയുന്നു. കാരണം സമ്പർക്കം മായയോട് കൂടെ ഇരുന്നു. ആ മായ എല്ലാം വലിച്ചെടുക്കണം, തന്നിലേക്ക് ആകർഷിക്കുന്നു ഈ ഗുണങ്ങളെ മുഴുവന്. പിന്നെ വീര്യം നഷ്ടപ്പെട്ടതോടുകൂടെ ആ സഹിക്കാനുള്ള ശക്തി, വിപരീത പരിസ്ഥിതികളെ കാണുമ്പോൾ പേടിച്ചു പോകണം. ദുഃഖം വരാനോ അല്ലെങ്കിൽ ദുഃഖത്തിന് കൂടെ തണുപ്പായിക്കോട്ടെ ചൂടായിക്കോട്ടെ വിപരീത ഏത് തരം പരിസ്ഥിതികളായിക്കോട്ടെ അതിനെ നേരിടാനുള്ള ശക്തി ഈ വീര്യം നഷ്ടപ്പെട്ടതോടുകൂടെ, വീര്യത്തോടുകൂടെയുള്ള പഴയ രാജാക്കന്മാരൊക്കെ ഉണ്ട്. അവർ എന്ത് പരിതസ്ഥിതി ആയിക്കോട്ടെ അതിനെ അവർ തരണം ചെയ്യും. പക്ഷേ സാധാരണക്കാർക്ക് അത് കാണുമ്പോഴേ, ആ വിപരീത പരിസ്ഥിതി കാണുമ്പോഴേ അവർ തളർന്നു പോണു. അതിനാൽ ആത്മബലം, ഇവിടെ വീര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആത്മബലം. ഞാൻ പരമാത്മാവിൻ്റെ അംശമാണ്, എനിക്ക് സാധ്യമാണ്, ഇതെല്ലാം എനിക്ക് സാധിക്കും എന്നുള്ള ആ ബോധം, ആ വിചാരം. അപ്പം ആദ്യം ആത്മചിന്തനം നഷ്ടപ്പെട്ടു, പിന്നെ ആത്മബലം നഷ്ടപ്പെട്ടു. അതോടുകൂടെ സഹിക്കാനും പ്രതികരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. പിന്നെ ശ്രീ എന്ന് പറഞ്ഞാൽ അവിടെ ആത്മബോധം, ആത്മചിന്തനം, ആത്മബലം, പിന്നെ എന്താണ്? ആത്മബോധം. എല്ലാം ആത്മാവിന് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ. അപ്പം ആത്മബോധം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? കോഹം, ഞാൻ പരമാത്മാവിൻ്റെ അംശമാണ്. ഈ ജനനം മരണം ഇതൊക്കെ സാധാരണയാണ്. ശരീരങ്ങൾ വരണു, ശരീരം പോണു. ഇത് സാധാരണയാണ്, ഇത് സഹജമാണ് എന്നുള്ള ആ വിചാരം നഷ്ടപ്പെട്ടതോടുകൂടെ എന്തായി? വീണ്ടും ഒരു ശരീരം നഷ്ടപ്പെടുമ്പോൾ ആ ശരീരത്തിൻ്റെ പിന്നാലെ ഒരുപാട് വിഷമിക്കണം. വീണ്ടും എന്ത് ചിന്തിച്ചിട്ടാണോ നമ്മുടെ പ്രാണനെ നമ്മൾ ഇവിടുന്ന് യാത്രയാക്കുന്നത്, അതേ രൂപം നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടും. കാരണം ആ രൂപത്തിലാണ് ആസക്തി കിടക്കുന്നത്. അപ്പോൾ വീണ്ടും അതല്ലേ പട്ടിനായൊന്നും വളർത്തണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. പട്ടിനായൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മരിക്കുന്ന സമയത്ത് അവരെ പറ്റി ചിന്തിക്കുക. അപ്പോൾ അടുത്ത ജന്മത്തിൽ അവർ പോകേണ്ടി വരും. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ജഡഭരതൻ്റെ കഥയിൽ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം ആ ജനന മരണ ചക്രം, കാരണം ആ ശരീരത്തിന് അയ്യോ ഞാൻ മരിക്കും, അയ്യോ ഞാൻ മരിക്കും എന്നുള്ള ചിന്ത വരുമ്പോൾ ഈ ശരീരത്തിനോടുള്ള ആസക്തിയായി. അപ്പോൾ വീണ്ടും ആ ശരീരം പ്രാപ്തി ചെയ്യേണ്ടി വരും. അങ്ങനെ ജനന മരണ ചക്രങ്ങളിൽ പെടുന്നു. പിന്നെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മ അഭിമാനം. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് എന്നുള്ള അഭിമാനം. ജ്ഞാനം, ആ അറിവ് ഇവിടെ അഭിമാനം എന്നാൽ ഞാൻ പരമാത്മാവിൻ്റെ പുത്രനാണ് എന്നുള്ള, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അംശമാണ് എന്നുള്ളത് നഷ്ടപ്പെട്ടോടുകൂടെ എന്തായി? എന്നെ ആ അഹങ്കാരം അല്ലെങ്കിൽ ദുരഭിമാനം വന്നു. ഈ ശരീരം ഞാൻ ഈ ശരീരമാണ്. അപ്പം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വ്യക്തികളായിക്കോട്ടെ, സ്ഥാനങ്ങളായിക്കോട്ടെ, പദങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ രൂപമായിക്കോട്ടെ, എന്തിനോടും ആസക്തിയായി. ആ ആസക്തി തന്നെയാണ് അവിദ്യ. ഞാൻ ഈ ശരീരമാണ്, ഇത് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ വിചാരം അല്ലെങ്കിൽ അഭിമാനമായി. ഞാൻ ഈ ശരീരം, ഞാൻ എത്ര സുന്ദരനാണ്, അല്ലെങ്കിൽ ഞാൻ എത്ര സുന്ദരിയാണ്, എൻ്റെ ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് എത്ര എൻ്റെ ബന്ധുക്കൾ എത്ര ശക്തിശാലികളാണ് എന്നുള്ള ആ ദുരഭിമാനം. ആത്മാഭിമാനം പോയിട്ട് അവിടെ എന്ത് കയറിക്കൂടി? ദുരഭിമാനം കയറിക്കൂടി. പിന്നെ വൈരാഗ്യം നഷ്ടപ്പെട്ടു. വൈരാഗ്യം ഇതെല്ലാം മായയായിട്ടുള്ള സമ്പർക്കത്താലാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തഭാവം. സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഒന്നിനോടും ആസക്തി ഇല്ല. ആ രാഗമില്ല ഒന്നിനോടും വലിയ താല്പര്യമില്ല, ഒന്നിനോടും തിരസ്കാരവും ഇല്ല. ആ വൈരാഗ്യ ഭാവം നഷ്ടപ്പെട്ടതോടുകൂടെ പിന്നെ ചിലതിനോട് ആസക്തിയായി, ചിലതിനോട് രാഗമായി, ചിലതിനോട് ദ്വേഷമായി. ആ
മായയായിട്ടുള്ള സമ്പർക്കം കാരണം. പിന്നെയുള്ളതാണ് യശസ്. യശസ്, കീർത്തി എന്ന് പറഞ്ഞാൽ യശസ് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉണ്ടെങ്കിൽ യശസ് തീർച്ചയായിട്ടും വരും അല്ലേ. അപ്പൊ ഇതൊക്കെ ഒരാളുടെ ഉണ്ടെങ്കിൽ അവർക്ക് യശസ് ഉണ്ടാവും, കീർത്തി ഉണ്ടാവും. അത് നഷ്ടപ്പെട്ടോടുകൂടെ എന്തായി? ഹീനഭാവമായി. എപ്പോഴും നോക്കിയാലും ആ ഹീനഭാവം എന്ന് പറഞ്ഞാൽ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയി. ആദ്യം ആ ദുരഭിമാനം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയി. പിന്നെ അത് യശസ് നഷ്ടപ്പെട്ടോടുകൂടെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയി. അപ്പൊ ഇതൊക്കെയാണ് ആ മായയായിട്ടുള്ള സമ്പർക്കത്താൽ പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെ ഇടയിൽ ഒരു യവനിക, ഒരു തിരശീല മാതിരി ഈ മായ വർത്തിക്കണു എന്ന് നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. അപ്പം അതന്നെയാണ് ഈ മായ ഇതിനെയൊക്കെ മറച്ചിട്ട് നമ്മളെ വെറും ഒരു തിരസ്കാരത്തിന് പറ്റിയ ഒരു വസ്തുവാക്കി മാറ്റി എന്നാണ്. ഈ മായ തന്നെ പല വിധമുണ്ട്. ആ മായ സ്വജനമോഹിനി മായയായിട്ടുണ്ടെങ്കിൽ അത് ഭക്തി തരും. അല്ല ആ ഭഗവാനിൽ നിന്ന് അകറ്റണ ഒരു മായയായിട്ടുണ്ടെങ്കിലോ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഇതിനൊക്കെ നമുക്ക് വാക്സിനേഷനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇതെടുക്കേണ്ടുള്ളൂ. നമുക്കതിന് ആ ഭക്തി ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പം ആ ഭക്തിയുടെ മഹത്വമാണ് ഇനി രണ്ടാമത്തെ നമുക്ക് ദശകം പറഞ്ഞു തരുന്നത്. ആ ഭക്തി ചെയ്യണമെങ്കിൽ അതിനൊരു രൂപം വേണം അല്ലേ. ആദ്യം പറഞ്ഞു ഭഗവാൻ നിഷ്കളനാണ്, ശക്തി സ്വരൂപനാണ്. ഇനി സകളഭാവത്തിൽ ഭഗവാൻ നിഷ്കളഭാവത്തിൽ നിന്നിപ്പോൾ സകളഭാവത്തിലേക്ക് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അപ്പം ഈ ആദ്യത്തെ 2-3 നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനൊക്കെ പ്രത്യേകമായിട്ട് ചിലതിന് ഫലമുണ്ട്. എന്നാലും എന്തൊക്കെ ഉണ്ട്? വൈകുണ്ഠത്തിൽ നമുക്ക് അംഗീകാരം കിട്ടാനുള്ളതാണ്. ഭക്തി ചെയ്താൽ എന്താ ഉണ്ടാവുക? അത് സകള ഭക്തി ആയിക്കോട്ടെ, നിഷ്കള ഭക്തി ആയിക്കോട്ടെ, വൈകുണ്ഠത്തിൽ അംഗീകാരം കിട്ടും. രൂപനാമങ്ങളോട് കൂടെ ഭജിക്കുകയാണെങ്കിലും രൂപമില്ലാണ്ട് ഭജിക്കുകയാണെങ്കിലും രൂപനാമങ്ങളോട് കൂടിയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ആ രൂപം നമുക്ക് ഓർമ്മ വരും, നാമം ഉണ്ടാവും. പക്ഷെ ഇത് രൂപവും നാമം ഇല്ലാത്ത ആ വിധത്തിൽ ഭജിക്കണമെങ്കിൽ അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ തൃപ്തി മാതിരി ഇരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം ഭഗവാന്റെ സ്വരൂപത്തിനെയാണ് വർണ്ണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലം എന്താണെന്ന് വെച്ചാൽ ഇത് വൈകുണ്ഠത്തിൽ നമുക്ക് അംഗീകാരം കിട്ടും. അപ്പം ഇവിടെ ആരെന്ത് ഭഗവത് ഭക്തിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വൈകുണ്ഠവാസികളായിട്ടുള്ളവർ അറിയുന്നുണ്ട്, ഭഗവാൻ അറിയുന്നുണ്ട്. എൻ്റെ രൂപത്തിന് എൻ്റെ നാമത്തിന് പുകഴ്ത്തുന്നുണ്ട്. കാരണം അവിടെ അംഗീകാരം കിട്ടും. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ടോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സൂര്യസ്പർദ്ധി കിരീടം ഭഗവാന്റെ കിരീടത്തിനാണ്. ഒരു സൂര്യനെ നമുക്ക് നോക്കാൻ പ്രയാസമാണല്ലേ. ഉദിച്ച് വരുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ഒരു ലേശം നേരത്തേക്ക് നോക്കാം. അപ്പോഴും കൂടുതൽ നേരം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കറുത്ത് ഒന്നും നമുക്ക് പൊട്ടുമാതിരി തോന്നും, ഒന്നും കാണാൻ ശരിയാവും. എന്ന സൂര്യനെ മധ്യാഹ്ന സമയത്ത് എങ്ങനെ നോക്കാനാ? മധ്യാഹ്ന സൂര്യനെ, അതും ഏപ്രിൽ മെയ് സമയത്തൊക്കെ മധ്യാഹ്ന സൂര്യനെ കുറച്ച് നേരം നോക്കണ്ട. ആ വെയിലത്തൊന്ന് പോയി നിന്നാൽ മതി, കാര്യം മനസ്സിലാവും അല്ലേ. അപ്പം അങ്ങനത്തെ സൂര്യനോട് സ്പർദ്ധ ചെയ്യണത്. ഒരു സൂര്യനാണോ? അനേകം സൂര്യന്മാര് ഒത്തുകൂടിയാലും കൂടിയും ഭഗവാന്റെ കിരീടത്തിന് സമമല്ല. ആ സൂര്യന്മാരെയും കൂടി സ്പർദ്ധ ചെയ്യണ ഭഗവാന്റെ കിരീടമാണ്. അപ്പൊ അനേകം സൂര്യന്മാരെക്കാളും എന്ന് വേണമെങ്കിൽ പറയാം. ആ കിരീടത്തിന് അത്രയും ശോഭയാണ് ഭഗവാന്റെ കിരീടത്തിന്. അപ്പൊ പിന്നെ ആ ഭഗവാൻ എന്താവും ശോഭ? അതല്ലേ, സഹസ്ര കോടി സൂര്യന്മാരും കൂടി ഒത്തുകൂടിയാൽ ഇത്ര ശോഭ ഉണ്ടാവില്ല. അത്ര ശോഭയാണ് ഭഗവാന്. അത് കാരണമാണ് ഭഗവാനൊന്നും കാണാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അത് താങ്ങാനുള്ള കഴിവില്ല ഒരു ജീവാത്മാവിന്. പിന്നെ ആദ്യം കിരീടത്തിന് ഭഗവാന്റെ കേശാദിപാദമാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ ആ സൂര്യനെ സ്പർദ്ധ ചെയ്യണ കിരീടത്തിനെയാണ് ആദ്യം ഇവിടെ മേൽപ്പത്തൂർ കാണിച്ചു തരുന്നത്. പിന്നെ ഊർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം. ആ ഊർധ്വതിലകം വൈഷ്ണവരൊക്കെ ഊർധ്വപുണ്ഡറാണ് അല്ലേ, മുകളിലേക്കുള്ള ആ ഗോപിക്കുറി ഇടും. അപ്പൊ ഗോപിക്കുറി ചാർത്തിയിട്ട് മിന്നണ നെറ്റിത്തടമാണ്. പിന്നെ കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം.
ദയ കവിഞ്ഞൊഴുകണ നേത്രങ്ങൾ. ഭഗവാനെ എപ്പോഴും അയ്യോ ഭഗവാൻ ശിക്ഷിക്കും എന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചത്. ഭഗവാൻ ആരെ ശിക്ഷിക്കാനാണ്? നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. ഒരു 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 റബ്ബറിൻ്റെ ഒരു പന്ത് എടുത്തിട്ട് നമ്മൾ ഒരു ചുമരുമ്പലിക്ക് ശക്തിയിൽ എറിഞ്ഞു എന്ന് വെച്ചോളൂ. ആ പന്ത് വേറെ വല്ലവരുടെ അടുത്തേക്ക് പോവോ? അതോ നേരെ നമ്മുടെ അടുത്തേക്ക് തന്നെയാണോ വരിക? ഒരു സെക്കൻഡ് കൊണ്ട് അത് നമ്മളെ വന്ന് ഇടിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന് ഭഗവാൻ അതിന് ഉത്തരവാദിയല്ല. ആരാ ഉത്തരവാദി? നമ്മളല്ലേ ഉത്തരവാദി. നമ്മളൊരു പന്തെടുത്തു, അതിനെ എടുത്ത് ചുമരുമലേക്ക് എറിഞ്ഞു, ആ ചുമര അത് തിരിച്ച് പ്രകൃതീകരിച്ചു, നമ്മൾക്ക് നേരെ തന്നെ തന്നു. അപ്പം അതേപോലെയാണ് ഈ പ്രകൃതിയോടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ഈ പ്രകൃതിയോടെ അല്ലെങ്കിൽ എന്ത് ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിനോട് ചെയ്യണ, പ്രപഞ്ചത്തിൽ പെട്ടുമല്ലോ വ്യക്തികളും പക്ഷികളും മൃഗങ്ങളും എന്തും. അപ്പം അതിനോട് നമ്മൾ ചെയ്യണ ഓരോ കർമ്മങ്ങളും അതേ രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടാണ്. അല്ലാണ്ട് ഭഗവാൻ നമ്മളെ ഒന്നും ഒരു ശിക്ഷയും തരില്ല. ശിക്ഷ അല്ല ഇവിടെ തന്നെ. ഭഗവാൻ എന്താണ്? ഭഗവാൻ ഇവരുടെ ഈ കർമ്മങ്ങൾ കണ്ടിട്ട് ഭഗവാൻ ദയോട് കൂട്ടിയിട്ട് ആർദ്രമായിട്ട് നോക്കുകയാണ്. കഷ്ടം, എൻ്റെ സന്താനങ്ങൾ എന്തിനാ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത്? ഇനി അവർക്ക് ഇതിൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരില്ലേ? കാരണം ഉപ്പ് തിന്നവൻ തന്നെ വേണമല്ലോ വെള്ളം കുടിക്കാൻ. അയൽവക്കക്കാരന് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ് തിന്നവൻ തന്നെ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പം ആരെന്ത് കർമ്മം ചെയ്തുവോ അവരെന്നെ അതിൻ്റെ ഫലവും അനുഭവിക്കേണ്ടി വരും. അല്ലാണ്ട് ഫലം മറ്റുള്ളവരോട് എടുക്കാൻ ഞാൻ കർമ്മം ചെയ്തോളാന്ന് പറഞ്ഞിട്ട് നടക്കണ കാര്യമല്ല. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ നേത്രം എപ്രകാരമാണ്? കാരുണ്യാകുലമാണ്. കരുണയാൽ ഇങ്ങനെ ആകുലപ്പെട്ട് നോക്കുകയാണ്, ആകുലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ നേത്രമാണ്. ആർദ്രഹസിതോല്ലാസം. പുഞ്ചിരിയോ കുളിർമുള്ള പുഞ്ചിരിയാണ്. ഇപ്പോൾ ഭഗവാന്റെ മുഖം ഒന്ന് നോക്കും. ഏതൊരു ഭഗവാന്റെ വിഗ്രഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിത്രം ആയിക്കോട്ടെ, അതിൽ ഇതന്നെയാണ് ഭഗവാനെ ഉണ്ടാവുള്ളൂ വിഷ്ണുവിൻ്റെ സ്വരൂപത്തിന് അല്ലേ? ആ ഭഗവാന്റെ പുഞ്ചിരിയായിരിക്കും. അതേമാതിരി ഭഗവാന്റെ ആ പുഞ്ചിരിക്കണ ആ നേത്രങ്ങളോ പുഞ്ചിരിയോടുകൂടെ അതിൽ നിന്ന് കണ്ണും പുഞ്ചിരിക്കും. നമുക്കറിയാം കണ്ണും പുഞ്ചിരിക്കും. ശരിക്കുള്ള കണ്ണാണ് പുഞ്ചിരിക്കുക, സ്നേഹം കാണിക്കണമെങ്കിൽ. അതല്ലേ ഈ മൃഗങ്ങളൊക്കെ മനുഷ്യൻ്റെ കണ്ണിലേക്ക് അത്ര നോക്കുക. എന്താണ് ഇവരുടെ ഭാവം? മനസ്സിൻ്റെ കണ്ണാടി മുഖം എന്ന് പറയും, പക്ഷേ മുഖത്തിനേക്കാളും കണ്ണാണത്രേ. അപ്പം അങ്ങനെ ആ ദയ കവിഞ്ഞൊഴുകണ കണ്ണുകളെ കുളിർമുള്ള പുഞ്ചിരിയുടെ പ്രകാശമാണ് ഭഗവാന്റെ മുഖത്ത്. പിന്നെ സുനാസാപുട, സുന്ദരമായിട്ടുള്ള മൂക്ക്. ഭഗവാന്റെ മൂക്ക് അതിമനോഹരമായിട്ടുള്ളതാണ്. പിന്നെ ഗണ്ഡോദ്യൻ മകരാപകുണ്ടലയുഗം, ആ ഭഗവാന്റെ മകരകുണ്ടലങ്ങൾ. ഭഗവാനെ മകരമത്സ്യം എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ആ ഭഗവാന്റെ കുണ്ടലങ്ങളോ മകരമത്സ്യത്തിൻ്റെ മാതിരിയുള്ളതാണ്. അതിങ്ങനെ ഭഗവാന്റെ കവിളത്ത് അത് പ്രതിഫലിക്കുന്നുണ്ട്. ഭഗവാന്റെ കവിള അപ്പോൾ അത്രയും മനോഹരമാണ്. ഒരു ചില്ല് മാതിരി അത്രയും മൃദുലാണ്, അത്രയും മനോഹരവുമാണ്. അവിടെ ഭഗവാന്റെ മകരകുണ്ടലങ്ങൾ ഇങ്ങനെ പ്രതിഫലിച്ച് കാണുകയാണ്. കണ്ടോജ്ജല കൗസ്തുഭം. അങ്ങനെ ഭഗവാന്റെ കണ്ഠത്തിന് ആ കണ്ഠശോഭ കൂട്ടുന്നത് ആരാണ്? കൗസ്തുഭം എന്ന മണി. ആ കൗസ്തുഭമൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ നമുക്ക് ഇനി പാലാഴി കടയണവരെ തന്നിരും അപ്പം അറിയാം അല്ലേ? കൗസ്തുഭം ആ പാലാഴിയിൽ നിന്ന് കയറി വന്നിട്ടുള്ള കൗസ്തുഭം അത് ഭഗവാന്റെ കണ്ഠപ്രദേശത്തിനെ, കഴുത്തിനെ വളരെയധികം ശോഭ കൂട്ടണം. ആ കണ്ഠത്തിൻ്റെ ശോഭ കാരണം കൗസ്തുഭം കൂടുതൽ മനോഹരമായി എന്ന് വേണം പറയാൻ. വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം. അങ്ങനെ വനമാല, മുത്തുമാല, ശ്രീവത്സം ഇതെല്ലാം പ്രകാശിക്കുന്നുണ്ട് ഭഗവാന്റെ ആ മാറിടത്തില്. ത്വദ്രൂപം അഹം ഭജേ. ആ സാക്ഷാൽ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ സ്വരൂപത്തിനെ ഞാനിതാ ധ്യാനിക്കണം. അപ്പം ഈ വനമാല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വനത്തിൽ കിട്ടണം. അങ്ങനെ അർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ വനത്തിൽ കിട്ടണം പലതരം. ഇതന്നെയാണ് ഭഗവാൻ എപ്പോഴും ധരിക്കുക. ഭഗവാൻ വനത്തിനോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ വനത്തിൽ കിട്ടുന്ന തളിരുകളും പലതരം പൂക്കളും ചേർത്ത് കോർത്തിട്ട് ഗോപകുമാരന്മാരും ഗോപികമാരും ഉണ്ടാക്കി കൊടുത്തിരുന്നു വൃന്ദാവനത്തിലാവുമ്പോൾ. പക്ഷെ ഭഗവാനും അതന്നെയാണ് വൈകുണ്ഠത്തിൽ വരെ ധരിക്കുന്നത് എന്നിപ്പം നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ വനമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയേണ്ടത്? ഇമാതിരി മുത്തുമാലയും ഭഗവാൻ ധാരാളം ധരിക്കുന്നുണ്ട്. അപ്പം ഇത് അന്യ ആരുമല്ല, ഭഗവാന്റെ കണ്ഠം മുതൽക്ക് പാദങ്ങൾ വരെ നീണ്ടു കിടക്കണ ഒരു മാലയാണത്, വനമാല.
ഭഗവാന്റെ ഹൃദയത്തിൻ്റെ തൊട്ട് കിടക്കുന്നതാണ് മുത്തുമാലകൾ. മുത്തുമാല ആരും ഒരുപാട് കീഴ്പ്പെട്ട് വരെ ഭഗവാൻ ധരിക്കുന്നത് എവിടെയും വർണ്ണിച്ചിട്ടില്ല. മുത്തുമാല ഹൃദയത്തിൻ്റെ അടുത്ത് വരെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ അരക്കെട്ടിൻ്റെ മേലെ തന്നെയുള്ളൂ. അപ്പം എന്താണ് ഭഗവാന്റെ തന്നെ ഭക്തന്മാർ പലതരത്തിലാണ്. അപ്പം ഈ വനമാല ആരാണ്, മുത്തുമാല ആരാണ്, ഇതിൻ്റെ ഒരു തത്വാർത്ഥത്തിൽ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ വനമാലയിൽ കാട്ടിലുള്ള എന്ന് പറഞ്ഞാൽ പ്രാകൃതമായ ഭക്തർ, ഒരു വലിയ ജ്ഞാനികളൊന്നും അല്ല അവർക്ക് വെറുതെ ഭക്തി ചെയ്യാൻ മാത്രമല്ല. അപ്പം ആർക്കും ഭക്തി ചെയ്യാം, ആർക്കും മോക്ഷത്തിന് അധികാരിയാവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ഇന്ന തരത്തിൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം അല്ലേ. അപ്പം ഭഗവാന്റെ ഈ നവതാ ഭക്തിയിലുള്ള പലതരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ഇപ്പം ഈ ഭക്തന്മാർക്കൊക്കെ മോക്ഷം കിട്ടിയെന്നെങ്കിൽ ഇവരൊക്കെ സാരൂപ്യം, സാലോക്യം, സാമീപ്യം പിന്നെ സായുജ്യം, ആദിമുക്തികൾ കിട്ടും. ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ വൈകുണ്ഠവാസം കിട്ടും. ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിലെന്താണ് അപ്പം ഈ ഭഗവാന്റെ വനമാല എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതെല്ലാം ഭഗവാന്റെ പ്രിയ ഭക്തന്മാരാണ്. ആ പ്രിയ ഭക്തന്മാരെ ഭഗവാൻ തൻ്റെ വനമാലയായിട്ട് ചാർത്തിരിക്കണം തൻ്റെ തിരുമാറിൻ്റെ. അപ്പോൾ പറയും മുത്തുമാല ആരാ? അവർ നല്ല തിളക്കണ്ടല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയല്ലേ, നല്ല വിളവിളക്കന നല്ല ലാവണ്യത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പം അതാരായി മുത്തുമാലകൾ. മുത്തുമാലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാർ, ജ്ഞാനയോഗം, കർമ്മയോഗം, അങ്ങനെ യോഗികളായിട്ടുള്ള ഭക്തന്മാർ. അവരാണ് ഈ ഭഗവാന്റെ മുത്തുമാലകൾ. കാരണം അവർക്ക് ഇത്തിരി തിളക്കം കൂടുതലോ, ജ്ഞാനത്തിന് തിളക്കം കൂടും അല്ലേ. പക്ഷെ പ്രാകൃതരായിട്ടുള്ളവരോ, അവർക്ക് വേറെ ഒന്നും അറിയില്ല. അവർക്ക് സംസ്കൃതവും അറിയില്ല, അവർക്ക് ആധ്യാത്മ ആയിട്ടുള്ള ഒരു വേദവും അറിയില്ല, അവർക്ക് ഉപനിഷത്തും അറിയില്ല. അവർക്ക് ഭഗവാന്റെ നാമജപം മാത്രമേ അറിയൂ. ഭഗവാനായിട്ടുള്ള ആ മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനത്തെ വരെ ഭഗവാൻ അവരും വിടുന്നില്ല. ഭഗവാന്റെ വനമാലയായിട്ട് അവരെ ചാർത്തുന്നു. പിന്നെ ഈ മുത്തുമാലകളായിട്ട് തൻ്റെ ജ്ഞാനികളായിട്ടുള്ള ആ ഭക്തന്മാരെ ഭഗവാൻ സ്വീകരിക്കുന്നു. ശ്രീവത്സ എന്താണെന്ന് നമുക്കറിയാം. അത് ഭൃഗു മഹർഷി ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു, ഒരു ചവിട്ട് കൊടുത്തു. അതൊക്കെ പിന്നെ അറിയാം, അല്ലെങ്കിൽ മുന്നോട്ടൊന്ന് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ശ്ലോകം. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹുചതുഷ്ക സംഗതഗത ശങ്കാരി പങ്കേരുഹ കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാമൂർത്തിം ദവാർത്തിച്ഛിതം. പിന്നെ ഭഗവാന്റെ തോൾ വളകൾ, കേയൂരങ്ങള്, അങ്കദങ്ങള്. കാരണം ഇവിടെ ഭഗവാന്റെ കേയൂരങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തോളില് പിന്നെ പഴയ ഇത് കാണും, അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കിയാൽ മതി. ഇവിടെ സ്വർണം മാതിരിയുള്ള ആ ഷോൾഡറിൽ ഭഗവാന്റെ അവിടെ പല അതിന് തോൾവളകള്, പിന്നെ അങ്കദങ്ങളെന്ന് പറഞ്ഞാൽ കൈയിൻ്റെ മുട്ടിന് മേലെ അണിയണ പഴയ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് അങ്കദങ്ങള്. അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റ് അങ്കുലീകങ്ങൾ എന്ന് പറഞ്ഞാൽ മോതിരങ്ങള്, വളകള്. അതെങ്ങനത്തെ സാധാരണയാണോ? അല്ല, വില പിടിച്ചതല്ല, വില മതിക്കാൻ സാധിക്കാത്ത അത്തരം രത്നങ്ങൾ പതിച്ചതാണ് ഇവയെല്ലാം. എന്നിട്ടോ ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹ. ആ ഭഗവാന്റെ 4 കൈകൾ നമ്മൾ ഒക്കെ പറയണ്ടായി അല്ലേ. ഭഗവാൻ 3 സ്ഥലത്ത് 3 മാതിരി വസിക്കുന്നത് എന്നാണ് പറയണത്. ഒന്ന് വൈകുണ്ഠത്തിൽ ഭഗവാൻ 8 കൈകളൊക്കെ ആയിട്ട് വസിക്കുന്നുണ്ട്. പിന്നെ ക്ഷീരസാഗരത്തിൽ ഭഗവാൻ 4 കൈകളോട് വസിക്കുന്നുണ്ട്. പിന്നെ ഭഗവാൻ പാതാള ആദികളിലൊക്കെ ഭഗവാൻ 2 കൈകളായിട്ട്, അല്ലെങ്കിൽ ഇവിടെ വൃന്ദാവനത്തിൽ വന്നപ്പോൾ ഭഗവാൻ 2 കൈകളായി. അവിടെ ബലിയുടെ അവിടെ പാതാളല്ല, സുതലത്തിലാണ്. സുതലത്തിൽ അവിടെ ഒരു 4 കൈയൊന്നുമില്ല. ഭഗവാൻ അവിടെ കാവൽക്കാരനായിട്ടാണ് മഹാബലിയുടെ വാതിൽക്കൽ നിൽക്കണം അല്ലേ. അവിടെ 2 കൈയേ ഉള്ളൂ, കാവൽക്കാരന് 4 കൈയൊക്കെ കാണും. അപ്പം അങ്ങനെ ഭഗവാൻ പല സ്ഥലങ്ങളിൽ തൻ്റെ ഭക്തന്മാർക്ക് പല രൂപങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇവിടെ 4 കൈയുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതിൽ ആ 4 കൈകളിൽ ശംഖ, ചക്രം, ഗദ, പത്മ. ഇതില്ലാതെ ഭഗവാന്റെ സങ്കല്പിക്കാനേ സാധ്യമല്ല രൂപത്തിന്. അപ്പം ഈ ശംഖത്തിൻ്റെ ഒരു പ്രതീകമാണ്. ശംഖ് പ്രണവത്തിൻ്റെ പ്രതീകമാണ്, ഓംകാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മത്തിൻ്റെ. ആ ശബ്ദത്തിൽ നിന്നാണല്ലോ ഈ പ്രകൃതി മുഴുവൻ പ്രകടമായത്, പ്രപഞ്ചം മുഴുവൻ പ്രകടമായത്. അപ്പം ശംഖ് പ്രണവ പ്രതീകമാണ്, ഇത് ഭഗവാന്റെ കയ്യിലുണ്ട്. ഗദ
കർമ്മനിരതരാവണം. കർമ്മം ചെയ്യൽ മാത്രമല്ല, നീതിയോടുകൂടിയുള്ള കർമ്മങ്ങൾ ചെയ്യണം, കർമ്മനിരതരാവണം. പിന്നെയോ താമര, ഭഗവാന്റെ കയ്യിലെ താമര എന്തിൻ്റെ ഒരു പ്രതീകമാണ്? ബോധ ഉള്ള മനസ്സ്. എന്ത് ബോധം? ആത്മബോധമുള്ള മനസ്സ്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ആത്മാവാണ് എന്നുള്ള, വന്നും പോയിരിക്കും ശരീരം, ഞാൻ ആത്മബോധത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ് എന്ന ബോധത്തിലിരിക്കുക. അപ്പം ആത്മബോധത്തോടു കൂടിയ മനസ്സാണ് താമര. അതാണ് ഭഗവാന്റെ കയ്യിൽ. ഇത് ഒക്കെ ഉണ്ടെങ്കിലും ആ മനസ്സ് സ്വസ്ഥമല്ല, മനസ്സിന് ശീതളിമല്ല എങ്കിൽ എന്താ കാര്യം? അത് മനസ്സാണല്ലോ എല്ലാറ്റിനും ഉത്തേജനം അല്ലെങ്കിൽ പ്രേരണ കൊടുക്കേണ്ടത്. അപ്പം അതിനെപ്പോഴും അബോധം വേണം. ബോധത്തിലൂടെ ചെയ്യണ മാത്ര കാര്യങ്ങളെ അത് മാത്രമേ വിജയത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ ചക്രം സമദർശനത്തിൻ്റെ പ്രതീകമാണ്. സമദർശനം, കാലം. ചക്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലെ ചക്രം വേറെ ഒന്നുമല്ല, കാലമാണ്. അപ്പം കാലം എല്ലാവരെയും സമമായിട്ട് മാത്രമേ വീക്ഷിക്കുന്നുള്ളൂ. ഒരു സജ്ജനമായിക്കോട്ടെ, ദുർജനമായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, കാലം എല്ലാവരെയും തൻ്റെ ഒരേ സമീപനാണ് എല്ലാവരോടും, അല്ലേ? സജ്ജനങ്ങളാണെങ്കിൽ ഇവർക്ക് അവരുടെ സമയം വന്നാൽ അവർ കുറച്ചും കൂടി ജീവിച്ചോട്ടെ, ഇവനൊരു സജ്ജനല്ലേ എന്നൊന്നും വിടലൊന്നും പതിവില്ല. ആ സമയം വന്നാൽ ആ മനുഷ്യന് ആ കാലത്തിന് അടിമയാവേണ്ടി വരും, അധീനപ്പെടേണ്ടി വരും. അപ്പം ആ സമദർശനം, അതാണ് സുദർശനം എന്ന് പറയുന്നത്. സമദർശനം, സുദർശനം. അപ്പം ആ സുദർശനത്തിൻ്റെ അല്ലെങ്കിൽ ആ ചക്രത്തിൻ്റെ പ്രതീകം എന്താണ്? സമദർശനം. കാരണം ഭഗവാൻ എല്ലാവരോടും സമദർശിയാണ്. ഭഗവാന്റെ ഒരു വേറെ പേരിനെയാണ് സമദർശി ആണ് ഭഗവാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ കൈകളിലുണ്ട്, ഇവയെല്ലാം ഭഗവാന്റെ കൈകളിൽ ശോഭിക്കുന്നുണ്ട്. പിന്നെ കാഞ്ചന കാഞ്ചിലാഞ്ചി തലസൽ പീതാംബരാലംബിനിയും, ആ ഭഗവാൻ അരയിൽ മഞ്ഞപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ എപ്പോഴും മഞ്ഞപ്പെട്ട, ഈ മഞ്ഞപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭഗവാൻ 2 സന്ധ്യകളെയാണ് മഞ്ഞപ്പെട്ടായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്, വേറെ അന്യശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ രൂപത്തിൻ്റെ ആവുമ്പോൾ പിന്നെ തത്വത്തിന് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണ്ട. അപ്പം പൊന്നരഞ്ഞാണം, ആ മഞ്ഞപ്പെട്ടിൻ്റെ മീത ഭഗവാൻ പൊന്നരഞ്ഞാണം കെട്ടിയിട്ടുണ്ട്. വിമലാംബുജദ്യുതി പദാം, നിർമ്മലമായ താമരപ്പൂ പോലെ ശോഭിക്കുന്നതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങള്. വിമലാംബുജദ്യുതി പദാം, പാദങ്ങള്, ഭഗവാന്റെ പാദങ്ങള് താമരപ്പൂ പോലെ അത്ര നിർമ്മലവുമാണ്, അത്ര ശോഭയോട് കൂടിയതാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും താമരയോടാണ് ഉപമിക്കുന്നത്. ഇതെന്താ അപ്പം താമരയുടെ കൂടെ ഉപമിക്കാൻ ഒരു പ്രത്യേക കാരണം? അത്ര കോമളമാണ്, അത് മാത്രമാണോ? അത്ര ചുവന്നുകൊണ്ടാണ്, അത് മാത്രമാണോ? അല്ല. അത് താമര എവിടെയാണ് പ്രകടമാവുക? ചളിക്കുണ്ടിൽ, അല്ലേ? വെള്ളത്തിൽ, അതിൻ്റെ ആ അടിയിൽ ധാരാളം ചളി കാണും. ആ ചളിയിൽ നിന്നാണ് കയറി വരുന്ന, വെള്ളത്തിൽ കൂടെ കയറി വന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ട് തന്നെ നിൽക്കും. വെള്ളമായിട്ട് അതിന് യാതൊരു സമ്പർക്കവും ഇല്ല. അപ്പം ഭഗവാനും ആ ഭഗവാന്റെ ജീവാത്മാക്കളെ ഇതന്നെയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഉൽപ്പത്തി എവിടെയായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ക്ഷത്രിയരോ ബ്രാഹ്മണരോ ആരോ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഈ ഉൽപ്പത്തിയുടെ അല്ല, അതൊന്ന് ഉയർന്നിട്ട് ഇത് ആ ഉൽപ്പത്തി അല്ലെങ്കിൽ ആ പ്രപഞ്ചമായിട്ടുള്ള ഒരു സംസർഗവും വേണ്ട, നിഷ്കാമരായിട്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. ഒരു പൂവ് വിട്ടിരുന്നാൽ എന്താ ചെയ്യുക? അതിൻ്റെ കർമ്മം അത് ചെയ്യുക, അല്ലേ? അതിൻ്റെ തേന് അത് വണ്ടുകൾക്ക് കൊടുക്കും, അതിൻ്റെ സുഗന്ധം കാറ്റിന് കൊടുക്കും, അത് അങ്ങനെ അതിൻ്റെ കർമ്മം പൂർണ്ണമാക്കണം. അപ്പോൾ ഓരോ ജീവാത്മാവും എവിടെ ജനിച്ചു, ഇതല്ല വലിയ മഹത്വമുള്ള കാര്യം. അത് എന്ത് ചെയ്യണു, എന്നിട്ട് ആ വിഷയങ്ങളോടോ അല്ലെങ്കിൽ തൻ്റെ ഇതിനോടോ യാതൊരു ആസക്തി ഇല്ലാണ്ട് തൻ്റെ കർത്തവ്യങ്ങളെ പൂർണ്ണമാക്കുക, ഇത്രേ വേണ്ടുള്ളൂ. ഇതാണ് ഭഗവാനും തന്നെ. ഭഗവാന്റെ കണ്ണിന് താമര, ഭഗവാൻ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതിനെ ആവർത്തിച്ച് വീണ്ടും ഇച്ഛപ്പെടാറില്ല. ഓരോ ജീവാത്മാവും അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആയിക്കഴിഞ്ഞാലോ പിന്നെ ഭഗവത് സ്വരൂപമായി മാറാം ആ ജീവാത്മാവിന്. അപ്പം ഭഗവാന്റെ തൃപ്പാദങ്ങളും ഭഗവാൻ ഒരിക്കലും വിട്ട് കളഞ്ഞാൽ പിന്നെ അതിനെ ഭഗവാൻ സ്വീകരിക്കൽ പതിവില്ല. നമുക്കറിയുന്ന വൃന്ദാവനം വിട്ടു ഭഗവാൻ മധുരയ്ക്ക് വന്നു, തിരിച്ച് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോയില്ല. അതേമാതിരി ഭഗവാൻ മധുര വിട്ടിട്ട് ദ്വാരകയ്ക്ക് പോയി, പിന്നെ മധുരയിലേക്ക് വന്നില്ല. ദ്വാരകയിൽ നിന്ന് ഭഗവാൻ പ്രഭാസത്തിലേക്ക് പോയി, ദ്വാരകയിലേക്ക് പിന്നെ വന്നില്ല. ഇതാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഒരു താമരയായിട്ട് ഉപമിക്കാൻ ഒരു കാരണം.
അപ്പം അങ്ങനെ ആ ജീവാത്മാവും ആ തരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ മോക്ഷം യാതൊരു സംശയവും ഇല്ലാണ്ട് പ്രാപിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആർത്തിം ചിതം, ഇതെന്താണ് ഈ തൃപ്പാദം? ഈ തൃപ്പാദം എല്ലാ ദുഃഖങ്ങളെയും ഉന്മൂലനാശം ചെയ്യുന്നതാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെയാണല്ലോ ആരാധിക്കുകയും ചെയ്യണത്. തൊട്ട് വന്ദിക്കുക അവിടെ ഒരു മനുഷ്യൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആയിക്കോട്ടെ, തൃപ്പാദങ്ങളെയാണ് നമ്മൾ തൊട്ട് വന്ദിക്കുക. അല്ലാണ്ട് ശിരസ്സാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞിട്ട് ശിരസിനെ ആരും തൊട്ട് വന്ദിക്കൽ പതിവില്ല. തൃപ്പാദങ്ങളെയാണ്. കാരണം ആ അതാണ് പാദുകങ്ങളുടെയും പാദത്തിൻ്റെയും വളരെ വളരെ മഹത്വമുണ്ട്. ഒരാളുടെ പാതുക മറ്റുള്ളവർ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരുടെ ജ്ഞാനികളായുള്ളവരെ അല്ലെങ്കിൽ ഗുരുമാതിരിയുള്ളവരുടെയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വളരെ നമുക്ക് ഉപകാരപ്രദമാവത്രേ. പക്ഷെ വേറെ ഒരു ചീത്ത സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒരാളുടെ ചെരുപ്പ് മറ്റൊരാൾ ഉപയോഗിക്കരുത്. പാതുകങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ചെരുപ്പ് എന്നല്ല മനസ്സിലാക്കേണ്ടത്, ആ മെതിയടി എന്നൊക്കെയാണ്. ഒരു ഗുരുവിൻ്റെ മെതിയടിയിൽ കാരണം കാലിൻ്റെ അടിയിലാണത്രേ അതിൻ്റെ എല്ലാ നമ്മുടെ നാഡികളുടെയൊക്കെ എൻഡ് വന്നിട്ട് അവസാനം വന്നിട്ട് അതിൽ അപ്പം അതിൻ്റെ ആ ഊർജയ്ക്ക് നല്ല ശക്തി കിട്ടും. ആ ഊർജയ്ക്ക് ആ നാഡി ഞരമ്പുകൾ കൂടെ. അപ്പം അത് പിന്നെ അതിൻ്റെ സമ്പർക്കത്തിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള ഈ പാദരക്ഷയ്ക്കും ഉണ്ടാവും. അപ്പം ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് അത് ആ പാദരക്ഷയിലും കാണും. അപ്പം അത് കാരണം പറയും നമ്മുടെ നാട്ടിലല്ലേ, ഒരാളുടെ ചെരുപ്പിട്ടെന്ന് അവരുടെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാണ് കാരണം പല രോഗങ്ങൾ വരെ പകരാൻ മതി. അല്ലെങ്കിൽ അവരുടെ കർമ്മഫലങ്ങൾ, അവരുടെ സ്വഭാവം നമ്മളിൽ പതുക്കെ വരൽ തുടങ്ങും. അപ്പം അത് കാരണം മറ്റുള്ളവരുടെ പാദരക്ഷ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഭഗവാന്റെ പാദങ്ങൾ അതിമനോഹരമാണ് എന്ന് മാത്രമല്ല അതിനെ ആശ്രയിച്ചവർക്കൊന്നും പിന്നെ ദുഃഖവും അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഈ ഭഗവത് പാദങ്ങൾ അത്രയും മഹത്വപ്പെട്ടതാണ്. കാഞ്ചി തവ മൂർത്തിമഹം ആലംബേ, വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത മഹമയേറിയതാണ് അങ്ങയുടെ ഈ വിഗ്രഹം. വാക്കുകൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിനെ അങ്ങനെ സ്തുതിക്കാനാ, അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. കുറച്ച് വാക്കുകളെ കൊണ്ട് ഒരു സ്തുതിക്കാൻ സാധിക്കും, പക്ഷെ അതിനൊരു പരിമിതിയിൽ മാത്രമേ സ്തുതിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഭഗവാനെ അങ്ങയുടെ ഈ വിഗ്രഹത്തിനെ എനിക്ക് പരിമിതിയിൽ വിവരിക്കാൻ പറ്റണില്ല. ആ വിഗ്രഹത്തിനെ ഞാനിതാ ശരണം പ്രാപിക്കണു എന്നാണ് മേൽപ്പത്തൂർ പറയണത്. ത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം വൃഷ്ണാതി വിഷ്ണോ വിഭോ. ഹേ വിഷ്ണു, ഹേ വിഭോ, യത്രൈലോക്യമഹീയസ, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, അല്ലയോ വിഷ്ണു, യാതൊന്ന് ത്രൈലോക്യമഹീയസ, 3 ലോകങ്ങളിലും എത്രയും പൂജ്യമായതിലും വെച്ച് പൂജ്യമായത്. ഭഗവാൻ പൂജ്യരായവരിലും വെച്ച് പൂജ്യനാണ് അല്ലേ. അപ്പം ആ ഭഗവാൻ ഈ 3 ലോകങ്ങളിലും വെച്ചിട്ട് പൂജ്യമായതിൽ പൂജ്യമായതാണ്, പൂജിക്കപ്പെടേണ്ടതാണ്. കാരണം ഭഗവാന്റെ എല്ലാം പൂജ്യമാണ്, ആസക്തി ഇല്ല. ഭഗവാൻ സമ്പൂർണനാണ്. ഒന്നിൻ്റെ ആവശ്യകത ഉണ്ടാവുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു ആവശ്യകത വരുമ്പോൾ ഇത് വേണം എന്തിൻ്റെ ആവശ്യമില്ല. ഭഗവാൻ എല്ലാതും വേണോ ചോദിച്ചാൽ വേണ്ട എല്ലാതും ഉണ്ട്, എൻ്റെ എല്ലാതും ഉണ്ട്. അപ്പം അങ്ങനെ അത് കാരണം വേണം എന്ന് പറഞ്ഞവരെ ആരും പൂജിക്കില്ല. വേണ്ട എന്ന് പറയുമ്പോൾ മാത്രം പൂജിക്കുള്ളൂ. അപ്പം ആ ഭഗവാൻ പൂജനീയരിലും പൂജ്യനാണ്. പിന്നെ മോഹനാദ സമ്മോഹനം കാന്തി നിദാനത മോഹനമായതിനേക്കാളും സമ്മോഹനവും കാന്തി നിദാനത അപി കാന്തം തേജോ നിധി ആയതിനേക്കാളും തേജസ്വിയാണ്. ഇവിടെ എന്തെല്ലാം തേജസ്വികളുണ്ടോ അതിലൊക്കെ വെച്ച് തേജസ്വി ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയുടെ 10ാമത്തെ അധ്യായം അറിയാം അല്ലേ. തേജസ്വികളിലും വെച്ചിട്ട് തേജസ്വികളുടെ തേജസ് ഞാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം പിന്നെ ആ മോഹനമായതിലും വെച്ചിട്ട് ഏറ്റവും മോഹനമായത് ഭഗവാനാണ്. തേജസ്വികളിലും തേജസ്സിൻ്റെ നിധികളായവരിലും വെച്ചിട്ട് തേജസ്വി ഭഗവാനാണ്. മാധുര്യാദ അഭിമധുരം സൗന്ദര്യോത്തര അഭി സുന്ദരതരം. മാധുര്യ സത്തിനേക്കാൾ ഏറ്റവും അധികം മാധുര്യം എന്തിനുണ്ടാവുക? തേനിനുണ്ടാവും അല്ലേ. തേനിനുണ്ടാവും. അതുമാതിരിയുള്ള പല തേനിനായിരിക്കും ഒരു പക്ഷേ കൂടുതൽ അറിയില്ല, നമുക്ക് ഏറെ ദിനമൊന്നും നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ പക്ഷേ മാധുര്യത്തിൻ്റെ സത്ത് എന്ന് വേണമെങ്കിൽ തേന് തന്നെ പറയാം നമുക്ക്. അപ്പം ആ തേനിൻ്റെ മാധുര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഈ തേനിനും ഈ മധുരത അല്ലെങ്കിൽ കരിമ്പിന് ഈ മധുരത ഇത് ആര് കൊടുത്തു? ഇത് ഈ ഭഗവാന്റെ മാധുര്യം തന്നെയാണ്. ഒരു ശകലം അവർക്ക് കൊടുത്തത് ഭഗവാൻ.
അപ്പൊ മാധുര്യ സത്തിനേക്കാളും മധുരമായതാണ്. പിന്നെ സൗന്ദര്യോത്തരതോപി സുന്ദരതരം, സുന്ദരമായതിലും വെച്ചിട്ട് സുന്ദരമാണ് ഭഗവാന്റെ ഈ സുന്ദരമായ രൂപം. സുന്ദരം സുന്ദര രൂപത്തിനേക്കാളും വെച്ചിട്ട് എന്ത് സൗന്ദര്യം ഉണ്ടോ അതിൻ്റെ കപ്പാട സത്താണ് ഭഗവാനെ അങ്ങടെ ഈ സ്വരൂപം. അതേമാതിരി ഈ മാധുര്യത്തിൻ്റെ കപ്പാടൊരു സത്താണ് ഭഗവാനെ അങ്ങടെ ഈ സ്വരൂപം. പിന്നെ ആശ്ചര്യതാപി ആശ്ചര്യം ത്വദ്രൂപം, അത്ഭുതങ്ങളിൽ വെച്ചിട്ട് അത്ഭുതമായത് ഭഗവാന്റെ സ്വരൂപമാണ്. അത്ഭുതങ്ങള് ലോകത്തിൽ പല നോക്കിയാൽ എല്ലാതും അത്ഭുതമാണ് അല്ലേ. മനുഷ്യരെ നോക്കിയാൽ തന്നെ ഒരു അത്ഭുതമാണ് മനുഷ്യര്. എങ്ങനെ ഒരു കുട്ടി ജനിക്കണത് തന്നെ ആലോചിച്ചാൽ അത്ഭുതം അല്ലേ. അത് വയറിൽ എങ്ങനെ പ്രവേശിക്കണു, അതെങ്ങനെ വളരുന്നു, അതെങ്ങനെ പുറത്തു വരുന്നു, അതെങ്ങനെ വളരുന്നു, 5-6 കൊല്ലം കഴിയണം, ഈ കുട്ടി ഇത്ര വലുതായോ, ഒരു അത്ഭുതം മാതിരി അല്ലേ. അങ്ങനെ ഓരോ വസ്തുക്കളും ഒരു ചെടി ആയിക്കോട്ടെ, ഒരു പൂവായിക്കോട്ടെ, ഒരു പൂവ് തലേ ദിവസം കാണുമ്പോൾ അതിന് മുട്ടാവും, പിറ്റേ ദിവസം കാണാതെ വിരിഞ്ഞു നിൽക്കണം. അത്ഭുതമല്ലേ. അപ്പൊ ഇവിടെ അത്ഭുതമല്ലാത്ത എന്താണുള്ളത്? എല്ലാം നോക്കിയാൽ അത്ഭുതം തന്നെയുള്ളൂ. ആ അത്ഭുതങ്ങളിൽ വെച്ചിട്ട് അത്ഭുതകരവുമായിരിക്കുന്നവനെ അങ്ങനെ ഉള്ള അങ്ങടെ ഈ വിഗ്രഹം ഭുവനേ കസ്യ കൗതുകം ന കൃഷ്ണാദി, ലോകത്തിൽ ആർക്ക് കൗതുകം കൈവരുത്തണില്ല, ആർക്ക് ആ കൗതുകത്തിനെ കൂടുതൽ വളർത്തണില്ല. അതിനെപ്പറ്റി ചിന്തിക്കണം. അതിനാണ് ചിന്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്ഭുതത്തിന് മാത്രമേ നമുക്ക് നേരം കിട്ടുള്ളൂ. അതൊന്നും കുറ്റം പറയാൻ ഒന്നിനും സമയം കിട്ടില്ല. ഭഗവാനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഭഗവാന്റെ ആ പ്രകൃതിയിലത്തെ ദോഷങ്ങളെ കണ്ടുപിടിക്കാനോ ഒട്ടും സമയം കിട്ടില്ല. വിവിധതയാണ് ഭഗവാന്റെ ഇവിടെ അല്ലേ. ഇപ്പം നമുക്കറിയാം, ഒരു വള്ളിയായിട്ടുള്ള ഒരു മത്തനോ അല്ലെങ്കിൽ കുമ്പളനോ അങ്ങനത്തുള്ള ചെടി, അതിൻ്റെ വള്ളിക്ക് തീരെ ശക്തിയില്ല, തീരെ കനം കുറഞ്ഞതാണ്. അതിൻ്റെ കായകളോ എത്ര വലുതാവും. മത്തനായിക്കോട്ടെ, കുമ്പളനായിക്കോട്ടെ, അതിൻ്റെയൊക്കെ കായ എത്ര വലുതാവും. പക്ഷെ അതിൻ്റെ തണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വള്ളിയോ തീരെ കനം കുറഞ്ഞിട്ട് വിചിത്ര അത്ഭുതമല്ലേ. ഇങ്ങനെ അതുപോലെ അത് പിടിച്ചു നിൽക്കണം അല്ലേ. അതേമാതിരി വലിയ ആല് അല്ലെങ്കിൽ അത്തി മാതിരിയുള്ള വലിയ മരങ്ങൾ, ഇത്ര വലിയ മരങ്ങൾ ആലിൻ്റെയൊക്കെ അതിൻ്റെ കായ ഇത്ര പോകുന്ന ഒരു കുഞ്ഞു കായ. അപ്പം ഇതൊരു അത്ഭുതമല്ലേ. ഇതെന്തിനാ ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചത്? അതാണ് വിചിത്രത. ഭഗവാൻ തന്നെ ഈ വിചിത്രത തോന്നുള്ളൂ. അപ്പം ഇതൊക്കെ ലോകത്തിൽ അങ്ങല്ലേ പ്രകടമാക്കണ. അങ്ങടെ ഈ വിഗ്രഹത്തിനെ കാണുമ്പോൾ കൗതുകം വർദ്ധിച്ച് വരികയാണ് ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. ആ ഭഗവാനെ ഭഗവാനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിഭൂതികളെ ആ ഭഗവാനെ ദർശിക്കുമ്പോൾ അത് കൗതുകം വളർത്തിക്കൊണ്ടേ വരുള്ളൂ. പിന്നെ ആ വിഗ്രഹം കാണണം എന്നും നിർബന്ധമില്ല. 100 പ്രാവശ്യം എത്ര പ്രാവശ്യം കാണുന്നത് നല്ലതാണ്. പക്ഷെ ആ ഭഗവാന്റെ വിഭൂതികളെ, ഭഗവാന്റെ ആ ഭഗവാൻ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെ, ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിനെ, അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കൗതുകം വർദ്ധിച്ച് വരുള്ളൂ. 4-ാമത്തെ ശ്ലോകം. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തി സ്വഭക്തിഷ്വപി തേനാസ്യാവത കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ചാബലബലാദ ചാബല്യവാർത്തോദഭൂത. തത്താദൃങ്മധുരാത്മകം തവ വപു. തത്താദൃക് മധുരാത്മകം, മനസ്സുകൊണ്ടറിയാൻ, അനുഭൂതി കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. സ്വപ്നത്തിൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു എന്ന് വരും. ബാക്കി ഭഗവാനെ കാണണമെങ്കിൽ നമുക്ക് വിഗ്രഹത്തിൽ തന്നെ ഈ കലിയുഗത്തിൽ സാധ്യമാവും. ഭഗവാന്റെ ഒരു അവതാരവും ഈ കലിയുഗത്തിൽ ഇല്ല എന്നാണ് കേട്ടുള്ളത്. കലിയുടെ അവസാനമാകുമ്പോൾ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭഗവാൻ തത്താദൃങ്ങാണ്. തത്താദൃങ് എന്ന് പറഞ്ഞാൽ അനുഭൂതി മാത്രമാണ്. ആ അനുഭൂതി എത്തരത്തിലാണ്? ആനന്ദമയമാണ്. ഭഗവാന്റെ വിഗ്രഹം, ഭഗവാന്റെ സ്വരൂപം ആനന്ദ സ്വരൂപമാണ്. എന്നിട്ടോ സംപ്രാപ്യ സമ്പന്മയി സാ ദേവി. ആ ദേവി, ഏത് ദേവി? ശ്രീദേവി സാക്ഷാ ലക്ഷ്മി ദേവി. ആ ദേവിക്ക് ഭഗവാനെ സംപ്രാപ്തിയായി, ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു, ഭഗവാനെ കിട്ടി, എന്നെ ഭർത്താവായിട്ട് കിട്ടി, കൈവന്നു. അപ്പൊ ആ ഭർത്താവായിട്ട് കിട്ടിയ ഭഗവാന്റെ മാറിടത്തില്, ദേവിയുടെ വാസം വേറെ എവിടെയല്ല, ഭഗവാന്റെ ആ തിരുമാറിലാണ് ദേവിയുടെ വാസം അല്ലേ. ആ ഹൃദയത്തിലാണ്. സാക്ഷാൽ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എല്ലാ ഭർത്താവും ഭാര്യമാരെ അവനവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഫിസിക്കലി പറ്റില്ല, ബാക്കി ഇമോഷണലി ആവാലോ. അപ്പം അങ്ങനെ അത്രയും പ്രിയമാണ് ഭഗവാന് തൻ്റെ പത്നി. അപ്പം അങ്ങനെ ആ ഭഗവാനെ ഭർത്താവായി കിട്ടിയിട്ട് ആ ദേവിക്ക് ആ ഭഗവാന്റെ മാറിടത്തിൽ അധിവസിക്കാൻ സാധിച്ചു. അപ്പം അങ്ങ് സമ്പന്മയി സാ ദേവി പരമോത്സുക.
അപ്പൊ സമ്പത്തിന്റെ സ്വരൂപിണിയാണ്, സമ്പത്തിന്റെ യജമാനിത്തിയാണ് ദേവി. അപ്പൊ സമ്പദ് സ്വരൂപിണിയായിട്ടുള്ള ആ ശ്രീദേവി പരമോത്സുക, അങ്ങയിൽ കൂടുതൽ കൂടുതൽ അനുരക്തയാവാണ് ഭഗവാനെ. ആ ഭഗവാനിൽ കൂടുതൽ കൂടുതൽ അനുരക്തയാവുകയാണ്. എന്താ കാരണം? ഭഗവാന്റെ ഈ സൗന്ദര്യം, ഭഗവാന്റെ ഈ സ്വഭാവം, ഇതിലൊക്കെ ആസക്തിയായിട്ട് ഭഗവാനെ വിട്ടിട്ട് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും ഇടുന്നത് ഇഷ്ടമല്ല. കൂടുതൽ കൂടുതൽ അങ്ങയിൽ അനുരക്തയായിരിക്കണു. അപ്പൊ പരമോത്സുക സ്വഭക്തേഷു അഭി, ആ അത് കാരണം ഈ ദേവി എന്താണ് ചെയ്യണത്? ഈ മഹാലക്ഷ്മി സ്വന്തം ഭക്തന്മാരുടെ ആ ഭഗവാനുള്ള ഔത്സുക്യം കാരണം സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് പോലും അധികം താമസിക്കാറില്ല. എത്ര ലക്ഷ്മി ദേവിയെ പൂജിച്ചിട്ട്, ദീപാവലിക്കൊക്കെ അല്ലേ ലക്ഷ്മിയെ പൂജിക്കും, വാതിലൊക്കെ തുറന്നിടും, ചിലപ്പോൾ കള്ളന്മാർ കയറിയിട്ടൊക്കെ എടുത്തോണ്ടാവാനും മതി, വാതിലൊക്കെ തുറന്നിട്ട് കിടന്നുറങ്ങിയാൽ. അപ്പൊ ആ ലക്ഷ്മി ദേവിയെ പൂജിച്ചിട്ട് അവർ തപസ് ചെയ്തിട്ട് സംതൃപ്തയാക്കി, ഇനി ലക്ഷ്മി ദേവി പ്രകടമായിച്ചാൽ തന്നെ അവിടെ എന്നേക്കും അവിടെ താമസിക്കുക ഭക്തന്റെ കൂടെ ഇല്ല. കുറച്ച് സമയം അവിടെ നിൽക്കും. ലക്ഷ്മി ദേവിയുടെ അധികം ഫോട്ടോ നമുക്ക് കാണാൻ പറ്റിയിരിക്കണ ഇത് മുദ്ര കുറവാ, നിൽക്കണ മുദ്രയേ ഉള്ളൂ. ലേശം കഴിഞ്ഞാൽ ഞാൻ പോകട്ടോ, ഞാൻ ലേശം എനിക്ക് വേഗം പോകണം, എനിക്ക് വേഗം പോകണം എന്നുള്ള മുദ്രയില്ല. ലക്ഷ്മി ദേവി അധികം നിൽക്കണ മുദ്രയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അങ്ങനെ ആ സമ്പത്തിന്റെ അധിപതിയായിട്ടുള്ള ദേവി ഭഗവാനുള്ള ആസക്തി കാരണം സ്വന്തം ഭക്തന്മാരുടെ അടുത്തും കൂടി അധികം സമയം ഒന്ന് പോവും, അധികം താമസിക്കില്ല അവിടെ തന്നെ. അതെന്താണ്? ഭഗവാനോടുള്ള ആസക്തി. തിരിച്ചെനിക്ക് വീട്ടിൽ വേഗം പോകണം. നമുക്ക് അറിയാവുന്നതാണ്, ഇതൊരു പ്രാക്ടിക്കൽ ഇന്നത്തെ അല്ല, നമ്മുടെ മനുഷ്യ ലോകത്തിൽ നടക്കണതല്ലേ. ഭാര്യയും ഭർത്താവിനെയും കൂടി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവും വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ അവിടെ ഇരിക്കും. ഭർത്താവ് എത്ര നേരം ഇരിക്കണോ ഭാര്യ അവിടെ ഇരിക്കും. ഭാര്യയ്ക്ക് ഒരു ടെൻഷനും ഇല്ല. ഇദ്ദേഹം എണീക്കുമ്പോൾ ഞാൻ എണീക്കും, പതുക്കെ പോവാം, എന്നിട്ടും വേണം കുറച്ചു നേരം അവിടെ നിന്ന് ഒന്ന് വർത്താനം പറയും. ഭർത്താവ് അവിടെ നിൽക്കല്ലേ, അപ്പൊ ഒന്നും കൂടി വീട്ടിലുള്ളവരടുത്ത് സംസാരിക്കും. പക്ഷെ ഭർത്താവ് വരാണ്ടേ, ഭർത്താവിനെ ക്ഷണിച്ചിട്ടില്ല, ഭാര്യ ഒറ്റയ്ക്കാണ് വിളിച്ചാലും ഭാര്യ എത്ര നേരം അവിടെ നിൽക്കും? വളരെ കുറച്ച് സമയം പറയും, അയ്യോ എനിക്ക് വീട്ടിൽ വേഗം പോകണം കേട്ടോ, അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആ പണിയുണ്ട്, ഈ കാര്യങ്ങളുണ്ട്, അത് നോക്കണം, ഇത് നോക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. പ്രാക്ടിക്കലി അല്ലേ? അപ്പൊ ചിരതരം നാസ്തേ, എന്നൊക്കെയായിട്ട് അവിടെ താമസിക്കില്ല. ഹേ വിഭോ അച്യുത തേനാസ്യ, അല്ലയോ സർവശക്തനും ഒരിക്കലും ച്യുതി, ഒരിക്കലും നാശമില്ലാത്തവനുമായ ഭഗവാനെ, ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത്, അതുകൊണ്ട് ഈ മഹാലക്ഷ്മിക്ക് അങ്ങയുടെ രൂപ ലാവണ്യത്തിൽ ഉണ്ടായിട്ടുള്ള അനുരാഗം കൊണ്ട് ഒരു ചീത്തപ്പേരും കൂടി കിട്ടി ഭഗവാന്. ചപല ചപല എന്ന് ആൾക്കാർ മുഴുവൻ വിളിക്കും. ഇതിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ചപലയാണ്, ഒരുത്തിരി ഒതുങ്ങി നിൽക്കില്ല, ഒരുത്തിരി വിളിച്ചാൽ നിൽക്കില്ല എന്ന് പറയും. എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ആ ലക്ഷ്മിയെ വിളിക്കണേ, എൻ്റെ കൂടെ നാരായണനെയും കൂടി വിളിച്ചോളൂ, ലക്ഷ്മി നാരായണ സ്വരൂപായ നമ എന്ന് പറഞ്ഞൂടെ? ലക്ഷ്മി നാരായണ, ലക്ഷ്മി നാരായണ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ലക്ഷ്മിയുടെ പിന്നാലെ അപ്പൊ നാരായണനും വരും, അല്ലെങ്കിൽ നാരായണന്റെ പിന്നാലെ, അതും വേണ്ട, ലക്ഷ്മിയെ വിളിക്കണം എന്നല്ലേ. നാരായണ നാരായണ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നാരായണൻ വരുന്നതിന്റെ പിന്നാലെ ലക്ഷ്മി വരും. അപ്പൊ ആ ഭഗവാനെ ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭഗവത് ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ലക്ഷ്മി സമേതനായിട്ട് തന്നെ ഭഗവാൻ കയറി വരും. അല്ലെങ്കിൽ ലക്ഷ്മി അന്വേഷിച്ചും കൊണ്ട് വരും. എല്ലായിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഭഗവാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി അനസൂയയുടെ വീട്ടിലേക്കൊക്കെ അല്ലേ ഭഗവാൻ പോയപ്പോൾ കുറേ ദിവസമായിട്ട് കാണാനില്ല. എന്താ കാണാത്ത വെച്ചിട്ട് നാരദര് പറഞ്ഞു, അങ്ങോട്ട് നോക്കിക്കോളൂ, അതാ അനസൂയയുടെ വീട്ടിലേക്കൊന്ന് നോക്കിയാൽ മതി, അവിടെ അതാ തൊട്ടില് കിടക്കണം. അനസൂയാദേവി 3 ദേവന്മാരെയും ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും കുട്ടികളാക്കിയിട്ട്, ചെറിയ മുല കുടിക്കുന്ന കുട്ടികളാക്കിയിട്ട് അവിടെ തൊട്ടിലിട്ട് കിടത്തി ഉറക്കായിരുന്നു. ദിവസേന മുലപ്പാൽ കുറേശ്ശെ കൊടുക്കുക, അവിടെ കിടന്നോ പറയും. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാക്കഥ. പോയി പിന്നാലെ 3 ദേവികളും. അപ്പൊ അതാണ്, ആ ഭഗവാൻ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിലും ദേവി അവിടെ നിൽക്കില്ല, ദേവിയും പോവും. പക്ഷെ ദേവി പോയടത്തേക്ക് ഭഗവാൻ പോവില്ല. അപ്പൊ ദേവി തിരിച്ച് ഓടിപ്പോരും ഇങ്ങോട്ടന്നെ. അപ്പൊ ആ ഭഗവാന്റെ രൂപ ലാവണ്യം മാത്രമല്ല, ഭഗവാന്റെ സ്വഭാവത്തിലും കൂടിയുള്ള അനുരാഗത്തിന്റെ കാരണം കൊണ്ട് ഈ ദേവിക്ക് ഒരു ചീത്തപ്പേര് കിട്ടി, ചപല എന്ന്. ആ ചാബല്യൊന്നും ഇല്ല എന്നാ പറയണത് നെൽപ്പത്തൂര്. ഇല്ല ഭഗവാനെ, അങ്ങടെ ഭാര്യ, അങ്ങടെ മഹാലക്ഷ്മി ഒട്ടും ചപലയല്ല. ആ ചാബല്യം എന്താന്ന് തോന്നുകയാണ്. അതെന്താണ്? അങ്ങോട്ടുള്ള അനുരാഗം നിമിത്താണ്. അതിന്റെ ശക്തി മൂലം വെറുതെ കഷ്ടം, ഇത് മഹാകഷ്ടമാണെന്ന് പറയുന്നത്. ആ ദേവി പാവം, അതൊരു ചപലയൊന്നുമല്ല. എന്നിട്ടും കൂടി ആ ദേവിയെ വെറുതെ ചപല എന്ന് ആൾക്കാർ പറയുന്നു. ഭഗവാനെ, ഇത് ആ ദേവി ചപലയല്ല, അങ്ങയിൽ എത്ര ഭക്തിയുണ്ട്, അങ്ങയിൽ എത്ര ഉറച്ച അനുരാഗമുണ്ട്, അങ്ങോട്ട് എത്രമാത്രം പ്രേമസ്വരൂപിണിയാണ്. അപ്പൊ പിന്നെ എങ്ങനെ അങ്ങോട്ട് ചാബല്യം കാണിക്കണില്ല? അപ്പൊ പിന്നെ
അത് അങ്ങോട്ടുള്ള അനുരാഗം കാരണം മറ്റോടത്ത് നിൽക്കുകയാണ്. മറ്റവരുടെ അവരുടെ ഭക്തിക്ക് പൂർണ്ണമായിട്ട് അതിനുള്ള അവിടെ അവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സാധിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ചീത്തപ്പേരാക്കരുത്, അത് കഷ്ടമാണ്, ഇതൊരു വൈരുദ്ധ്യമല്ലേ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. വിരുദ്ധമാണ് അല്ലേ? ഇല്ലാത്തൊരു കാര്യത്തിന് ഉണ്ടെന്ന് പറയുന്നത് ഒരു വിരുദ്ധതയല്ലേ? അത് കഷ്ടമല്ലേ? അഞ്ചാമത്തെ ശ്ലോകം. ലക്ഷ്മീസ്താവകരാമണീയഹൃദൈവേയംബരേഷു അസ്ഥിരേതി അസ്മിന്നന്നതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ ഏത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാ തേഷേഷാ വസതി സ്ഥിരൈവ ദയിത പ്രസ്താവ ദത്താദരാം. ഭഗവാനോട് പറയാണ്, അല്ലയോ ലക്ഷ്മീപദേ, ഇനി ഞാൻ വേറൊരു പ്രമാണം പറയാം. അല്ലയോ ലക്ഷ്മീപദേ, ഇയം ലക്ഷ്മി, ഈ മഹാലക്ഷ്മി താവക രാമണീയ ഹൃദ ഏവം, അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് അങ്ങേ വിട്ടിട്ട് പോവാത്തത്, മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കും ചെയ്യാത്തത്. പരേഷു അസ്ഥിര ഇതി അസ്മിന്, മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് നിൽക്കാത്തത്. എത്ര വലിയ മഹാഭക്തനായിക്കോട്ടെ ലക്ഷ്മി ദേവിയുടെ, എന്നാലും അവിടേക്ക് എന്നൊക്കെ ആയിട്ട് അവിടെ താമസിക്കാൻ പോവില്ല ഈ ലക്ഷ്മി ദേവി. അപ്പൊ അവരിൽ ഉറച്ചു നിൽക്കാത്തത്. ഇതിന് ഞാൻ വേറൊരു പ്രമാണം കൂടിയും പറയാം. എന്താണ് പ്രമാണം നീ പറയാൻ പോണ മേൽപ്പത്തൂര്? അന്യ പ്രമാണമഭി, ഇനി ഞാൻ വേറൊരു പ്രമാണം, വേറൊരു തെളിവ് പറയാട്ടോ. അധുനാ അഹം വക്ഷ്യാമി യേ ജന, അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം ഭഗവാനെ അങ്ങക്ക്. എത്ര ആ ആത്മീയ ബന്ധത്തോടു കൂടെയാണ് മേൽപ്പത്തൂര് ഭഗവാന്റെ അടുത്ത് പറയണതെന്ന് നോക്കൂ. അപ്പൊ ഞാൻ അതും കൂടി പറഞ്ഞു തരാം ഭഗവാനെ. ഏ ജന, ഏത് ആൾക്കാരാണോ ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവർ ആരായിക്കോട്ടെ, ത്വധ്യാന ഗുണാനുകീർത്തന രസാസക്താഹി ഭക്ത, അങ്ങടെ ഗുണഗണങ്ങളെ അങ്ങടെ കീർത്തനങ്ങളെ ആരാണോ എപ്പോഴും കീർത്തിക്കുന്നതും ധ്യാനിക്കുന്നതും, ഏത് തരത്തിലായിക്കോട്ടെ, ഭഗവാനെ പ്രതി ഉള്ള ധ്യാനമായിക്കോട്ടെ കീർത്തനങ്ങളായിക്കോട്ടെ, അവരുടെ അടുത്തുനിന്ന് ആ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുള്ള ആ രസം, ആ ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ ലക്ഷ്മി ദേവി അവിടെ തന്നെ ചെവി ഓർത്തിട്ട് നിൽക്കും. അപ്പൊ എന്തേ എളുപ്പത്തിൽ സൂത്രത്തിന് എന്തേ വേണ്ടുള്ളൂ, ലക്ഷ്മി ദേവിയുടെ അത് വേണമെങ്കിൽ ഒരു ലേശം ലാസ്റ്റിലൊക്കെ പറയാം, കുഴപ്പമില്ല, പാടാം. പക്ഷേ ഭഗവാന്റെ കീർത്തനങ്ങൾ എങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, നാമങ്ങൾ എങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക, ലക്ഷ്മി ദേവി അവിടെ ഇരുന്നോളും. ആ കീർത്തനങ്ങളും ആ നാമജപങ്ങളും കേട്ടിട്ട് ലക്ഷ്മി ദേവി എങ്ങോട്ട് പോവില്ല, അവിടെ തന്നെ ഇരിക്കും ആ ഭക്തന്റെ ഇതിൽ. അപ്പൊ അതിൽ ആ രസത്തിൽ ഇങ്ങനെ ആസക്തയായിട്ട്, ആ ആസക്തരായവരുടെ കൂടെ ആസക്തയായിട്ട്, ഭഗവത് ഭക്തിയിൽ ആസക്തരായവരുടെ കൂടെ ആസക്തയായിട്ട് ആ ദേവി അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ അവിടെ അവരുടെ അടുത്ത് ആ ഭക്തന്മാരുടെ തന്നെ വസിക്കും. തേഷു ഏഷാ ദൈത പ്രസ്താവ ദത്താദര സ്ഥിര ഏവ വസതി. അപ്പോ എങ്ങനെയാണ് ആ ചപലയാവുക? ചപലയാണെങ്കിൽ അവിടെ നിൽക്കണ്ടല്ലോ, അവിടുന്ന് ഓടിപ്പോണ്ടേ, കുറച്ചു നേരം അത് കേട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവില്ലേ? പോണില്ലല്ലോ. അപ്പൊ ആ ഭക്തരില് ഈ ദേവി തൻ്റെ പ്രിയതമനായിട്ടുള്ള അങ്ങടെ വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെവി കൂർപ്പിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു ഭഗവാനെ. അപ്പൊ ഇതിലും വലിയൊരു പ്രമാണം ഞാൻ എന്താ പറയണ്ടേ എന്നാണ് മേൽപ്പത്തൂര് ചോദിക്കുന്നത്. അപ്പൊ എവിടെയാ ദേവി ചപല? മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് എന്ത് നല്ല കാലത്താണ് മേൽപ്പത്തൂര് ചെയ്യണം അല്ലേ? ചപല എന്ന് പറയരുത് ദേവി എന്നാണ് പറയണത്. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ചേതോഹരം ശൃണ്വതാം സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിസീത ബാഷ്പവിസരേ ആനന്ദമൂർച്ചോത്ഭവൈ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം. ഇങ്ങനെയെല്ലാമാണ് എങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ ഇതാ ഇപ്രകാരം ഈ ആനന്ദത്തിൻ്റെയും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും യശസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പുണ്യം ഒത്തുകൂടിയിട്ടുള്ള പുതിയ ഒരു അമൃതന്റെ ഉറവിടമാണ് ഭഗവാനെ അങ്ങൊരു ഉറവിടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കില്ല. അത് എപ്പോഴും അതൊന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതൊന്ന് യശസ്സായിക്കോട്ടെ ഒഴുകിക്കൊണ്ടിരിക്കും. ഭക്തന്മാരെ ആദ്യം നോക്കുക, മനുഷ്യൻ ഒരാളെ അറിയണ്ടാവില്ല. പക്ഷെ ആ വ്യക്തി ഭക്തി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പതുക്കെ ആ വ്യക്തി ആൾക്കാർ പതുക്കെ അറിയാൻ തുടങ്ങും.
അല്ലേ? ആദ്യമായിട്ടൊന്നും ആ ഭക്തജനങ്ങളുടെ കൂടെ കൂടുമ്പോൾ ആരും ഒന്നും ചോദിക്കില്ല, ഗവനിക്കില്ല. പക്ഷെ എന്നും ചെല്ലും, അവരുടെ കൂടെ നിന്ന് കീർത്തനം പാടും, അല്ലെങ്കിൽ അവരുടെ കൂടെ ആ വ്യക്തി എല്ലാവരും അറിയാൻ തുടങ്ങും. കറുത്തേ ഹൊത്തും കണയ്യ മേര നാം ഹോരഹായ, ഇല്ല? ആദ്യം ആരും അറിയാത്തവരെയും പ്രസിദ്ധരാക്കും. ഈ ഭഗവാന്റെ ഭക്തി ചെയ്തിട്ട് പ്രസിദ്ധരാവാൻ സാധിക്കും. അപ്പൊ ആ അമൃതന്റെ ഉറവിടമാണ് ഭഗവാനെ അങ്ങ് പരചിത് രസായനമയം ചേതോഹരം ത്വദ്രൂപം. ആ പരബ്രഹ്മ രസായനമാണ്. രസായനം ഒന്ന് ആസവം, ഒന്ന് രസായനം. രസായനവും ആസവും നല്ല. ആസവം എന്ന് പറയുന്നത് എന്താണ്? രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസവം, അല്ല? രോഗം മാറാൻ വേണ്ടിയിട്ട് അത്. പക്ഷേ രസായനം ഇങ്ങനെ കുടിച്ചിട്ട് ആനന്ദിക്കാം. രസായനം, പലതരം രസായനം കുടിച്ചാൽ അത് കൂടുതൽ പുഷ്ടി തരും നമുക്ക്. രോഗം മാറാൻ ആസവം കുടിക്കണോ, രസായനം കുടിക്കുന്നത് എന്താണ്? ആ പുഷ്ടി കൂടി വരാൻ. അതേപോലെ ഇവിടെ ഭക്തിയാകുന്ന ആ രസം അല്ലെങ്കിൽ ആസവം കുടിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭവരോഗം തീരും. ഭവരോഗം എന്ന് പറഞ്ഞാൽ വിഷയാസക്തികൾ തീരും. ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ വിഷയാസക്തികൾ വിട്ടുപോകും. വിഷയാസക്തികൾ വിട്ടുപോകുമ്പോൾ പിന്നെ അതൊരു രസായനമായിട്ട് മാറും. ഭക്തി കൂടുതൽ പുഷ്ടിപ്പെടാൻ. ഭൗതികമായ രസായനം കുടിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും. ഭക്തിയാകുന്ന രസായനം കുടിച്ചാലോ ആത്മാവ് പുഷ്ടിപ്പെടും, നമ്മുടെ ഭഗവത് ഭക്തി പുഷ്ടിപ്പെടും. അപ്പൊ അങ്ങടെ അത്തരത്തിലുള്ള ആ പരബ്രഹ്മ രസായനവും അല്ലെങ്കിൽ രസായനമായിട്ടുള്ള അല്ലെങ്കിൽ രസിപ്പിക്കുന്നതായിട്ടുള്ളത് ആ മനോഹരവുമായിട്ടുള്ള അങ്ങടെ വിഗ്രഹം ശൃണതാമതി സദ്യ പ്രേരയതേ. അത് കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ അറിയും കൂടിയില്ല. ഭക്തി ചെയ്യൽ തുടങ്ങുമ്പോൾ സ്വയം അറിയും കൂടിയില്ല എങ്ങനെയാണ് എൻ്റെ മനസ്സ് ഇത്രയും ഭക്തിയിലേക്ക് ഇങ്ങനെ അധികം ആഴ്ന്നു പോണത്. ആ ഭക്തന് ഒരു പക്ഷേ അറിയില്ല. കുറേ കാലം കഴിയുമ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുക, അയ്യോ ഞാൻ ആദ്യം ഒരു നാമം കൂടി ജപിച്ചിരുന്നില്ലല്ലോ, എനിക്കിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ നാമം വരണമല്ലോ, ഈ ചിന്ത വരും, അല്ലേ? അറിയും കൂടിയില്ല. ആ വ്യക്തി അറിയുന്ന ചെയ്യാതെ തന്നെ ആ മനസ്സിനെ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്തെങ്കിലും ഒന്ന് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനല്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ മനുഷ്യൻ, അല്ലേ? ഇപ്പം നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, അത് നമ്മൾ അബോധ മനസ്സിലും നടക്കും. എപ്പോഴും ആദ്യം കുട്ടികളൊക്കെ ചീത്തവാക്ക് പറയല എങ്ങനെ? രസത്തിനാണ് തുടങ്ങുക, രസമായിട്ട്. എന്ത് ചീത്ത കാര്യവും എന്ത് നല്ല കാര്യവും ആദ്യം തുടങ്ങുക. നല്ല കാര്യം തുടങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാവുകയെ. ചീത്തക്കാര്യം എന്തിനായിട്ടും തുടങ്ങുക ഒരു രസത്തിന് വേണ്ടി തുടങ്ങും, ഏത് ചീത്തക്കാര്യം. പക്ഷെ അത് പിന്നെ ഒരു ഹാബിറ്റായി മാറും. പിന്നെ അതില്ലാണ്ട് ആ മനുഷ്യന് ജീവിക്കാൻ പറ്റാണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഭക്തന്മാരും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരും ഒരേ മാതിരിയാണെന്ന് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടു. രണ്ടു കൂട്ടരും തുടങ്ങുക ആദ്യം ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മറ്റുള്ളവരുടെ കൂടെ ഒരു കൂട്ടും. പക്ഷെ പിന്നെ അവർക്കത് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഭക്തനായൊരു വ്യക്തി എവിടെ ചെന്നാലും ആദ്യം അന്വേഷിക്കും, ഇവിടെ വല്ല സത്സംഗത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടോ, ഇവിടെ വല്ല അമ്പലം ഉണ്ടോ, ഇവിടെ വല്ല സപ്താഹങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കുക ആദ്യം. അപ്പൊ എവിടെ ചെന്ന് പെട്ടാലും അതുമാതിരി തന്നെ മദ്യപാനി, അത് ഞാൻ പറയണില്ല, അത് അവർ കണ്ടുപിടിച്ചോളും, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ തന്നെ ശൃണ്ണതാ മതിയും സദ്യ പ്രേരിയതേ. കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അവരറിയും കൂടിയും ചെയ്യാണ്ട് അതിലേക്ക് കൂടുതൽ അവരെ ആസക്തരാക്കും, അതിനെ പ്രേരിപ്പിക്കും. മതയതേ അംഗകം രോമാഞ്ചയതി. എന്നിട്ടോ അത് കേൾക്കുമ്പോ മനസ്സ് വളരെയധികം ആനന്ദിക്കും, ആനന്ദ വിവശമാവും. അംഗകം രോമാഞ്ചയതി, ശരീരം മുഴുവനെ രോമാഞ്ചം കൊള്ളും. അപ്പൊ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കണ്ണിന്ന് കണ്ണീരൊഴുകൽ തുടങ്ങും, മേലൊക്കെ രോമാഞ്ചം വരലൊടങ്ങും. ആനന്ദമൂർച്ഛോത്ഭവി, അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് ആ ശീതബാഷ്പ വിസരൈ യാസിഞ്ചതി അഭി. അടക്കാനാവാത്ത ആ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ പ്രഹ്ലാദന്റെ അവസ്ഥയും ആ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ കണ്ണിന്ന് കണ്ണീരൊഴുകൽ തുടങ്ങും. പക്ഷെ അത് ആനന്ദബാഷ്പം എങ്ങനത്തതാ ഉണ്ടാവുക? ശീതമായിരിക്കും. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് ദുഃഖത്തിലുള്ള കണ്ണുനീരാണെങ്കിലും അത് ചുടുചുടുന്നനെയോ നല്ല ഉപ്പുരസാത്രേ, അത്രയും നല്ല എല്ലാവരും അനുഭവിച്ചത് തന്നെയാണ്, അല്ലേ? അതേമാതിരി ആനന്ദ കണ്ണീരാണെങ്കിലോ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട്, അല്ലാണ്ട് സ്വന്തം വല്ല ലാഭം കിട്ടിയിട്ട് ആനന്ദ കണ്ണീർ വന്നിട്ടല്ല, നമ്മുടെ ആ ഭഗവത് കഥകൾ കേട്ടിട്ട് ഭഗവാന്റെ ഓർമ്മയിൽ ധ്യാനത്തിൽ ആർക്കെങ്കിലും കണ്ണിന്ന് കണ്ണീര് ഒഴുകാണെങ്കിൽ അതിന് മധുരമായിരിക്കും, ഇത്ര ഉപ്പല്ല. പിന്നെ കൂട്ടത്തിൽ അത് ശീതളമാവും, നല്ല തണുപ്പാവും, ചൂടുണ്ടാവില്ല ഇങ്ങനെ. അപ്പം ആനന്ദം കൊണ്ടുണ്ടാകുന്ന കുളിർത്ത കണ്ണീരിൽ അവരിങ്ങനെ ആറാടിയും കൊണ്ടിരിക്കും ആ ഭക്തന്മാര്. അപ്പം ആ ദേവിയും തന്നെ അത് കണ്ടിട്ടും അതിൽ ലയിച്ചിട്ടും അവരുടെ കീർത്തനങ്ങൾ കേട്ടിട്ടും അടുത്ത് തന്നെ വസിക്കും ഭഗവാനെ. പിന്നെ എങ്ങനെയാണ് ആ ദേവി ചപലയാവുക? ശരിക്കും ഒരു ആലോചിക്കേണ്ട കാര്യമാണത്.